നമസ്കാരം, ഗ്രാമോച്ച വാർത്തകളിലേക്ക് സ്വാഗതം. കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ മേഖലകളിലും നിരവധി പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പോലുള്ള സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ വലിയ ചെറുത്തുനിൽപ്പാണ് നടത്തുന്നതെന്ന് കെ രാമചന്ദ്രൻ MLA പറഞ്ഞു. കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിലെ TV വിനോദ് കുമാർ നഗറിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ രാമചന്ദ്രൻ MLA. ഇവിടെ നമ്മുടെ രാജ്യത്ത് പൊതുവെ എല്ലാ മേഖലയിലും കോർപ്പറേറ്റ് വൽക്കൃതമായിട്ടുള്ള രീതികൾ, കോർപ്പറേറ്റ് വൽക്കൃത നയങ്ങൾ, അതിൻ്റെ ഭാഗമായി എല്ലാ മേഖലകളിലും നിരവധി പ്രതിസന്ധികൾ രാജ്യത്തുണ്ടാവുന്നുണ്ട്. വിവിധ മേഖലകൾ, ആ മേഖലകളിൽ പണിയെടുക്കുന്നവരും ആ മേഖല കൈകാര്യം ചെയ്യുന്ന വ്യക്തികളൊക്കെ സംഘടനകളായി ഒക്കെ രൂപപ്പെട്ടിട്ടുള്ള സംഘടനകളെല്ലാം വലിയ തോതിൽ അത്തരം നയങ്ങളുടെ ഭാഗമായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, പ്രയാസപ്പെടുന്നവരെല്ലാം വലിയ ചെറുത്തുനിൽപ്പുകളാണ് രാജ്യത്ത് സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലമാണ്. പലതിൻ്റെയും പേരിൽ ജാതി, മതം, ഭാഷ, വസ്ത്രധാരണം, ഭക്ഷണം, ഇങ്ങനെയുള്ള നാനാതരം പ്രശ്നങ്ങൾ ഉയർത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ രാജ്യത്തുടനീളം വൻതോതിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേക കാലത്താണ്. നമ്മളെല്ലാം ഇതുപോലുള്ള സംഘടനകൾ തന്നെയാണ് അതിനുള്ള അത്തരം നയങ്ങൾക്ക്, അത്തരം നയങ്ങളോടുള്ള ചെറുത്തുനിൽപ്പിൻ്റെ വേദികളാവുന്നത്. ഈ സംഘടന കൂടുതൽ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള കൂടുതൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ. ജനപ്രതിനിധികൾ എന്ന നിലയിൽ നിങ്ങളോടൊപ്പം കൂടെയുണ്ടായി നിന്ന് ഞങ്ങളെല്ലാം കാര്യങ്ങളിലും നിങ്ങളോടൊപ്പം ഉണ്ടാവും. മതം, ജാതി, ഭാഷ, വർണ്ണം, വർഗം തുടങ്ങിയവയുടെ പേരിൽ രാജ്യത്ത് ഭിന്നിപ്പുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഒരുമിച്ച് നിന്ന് ചെറുത്തു തോൽപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. എണ്ണത്തിൽ കുറവാണെങ്കിലും സംഘടനാ ശക്തിയിൽ വലുതാണ് COAയുടെ സ്ഥാനമെന്നും കെ രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു. പ്രാദേശിക വൈവിധ്യങ്ങളുടെ സമന്വയമാണ് കേബിൾ ഓപ്പറേറ്റേഴ്സിന് കോർപ്പറേറ്റ് മേഖലയോട് ചെറുത്തു നിൽക്കാൻ ശക്തി പകരുന്നതെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺ കുമാർ പറഞ്ഞു. പ്രാദേശിക മനുഷ്യരുടെ വിചാരവികാരങ്ങളെ വിലക്കെടുക്കാൻ കോർപ്പറേറ്റുകൾക്കാവുകയില്ല. ജനകീയ ബദലായി നിലനിൽക്കാൻ കേബിൾ ഓപ്പറേറ്റേഴ്സിന് ഇതിലൂടെ സാധിക്കും. ചെറുകിട സംരംഭങ്ങളെ കാർന്നു തിന്നാൻ ശ്രമിക്കുന്ന കോർപ്പറേറ്റ് ഭീമന്മാരെ ചെറുക്കാനും സാങ്കേതികവിദ്യയുടെ മുന്നേറ്റത്തെ സ്വായത്തമാക്കാനും COAക്ക് കഴിയണമെന്ന് ഡോക്ടർ അരുൺകുമാർ ഓർമ്മിപ്പിച്ചു. കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റേഴ്സിൻ്റെ ഈ സംഘടനയെക്കുറിച്ച് പറയുമ്പോൾ ഒരൊറ്റ നിരീക്ഷണമാണ് ഏറ്റവും പ്രസക്തമായത്. ഒരുപക്ഷെ ഇന്ത്യയിൽ ചെറുകിട സംരംഭകർ ഇത്ര ശക്തമായി ഒരു കൂട്ടമായി കോർപ്പറേറ്റുകളെ ഇത്രയും ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുന്ന മറ്റൊരു മേഖല ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. അത് കേബിൾ മേഖലയാണ്. അത് വളരെ ഐറണി നിറഞ്ഞതുമാണ്, ആശ്ചര്യം നിറഞ്ഞതുമാണ്. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ കോർപ്പറേറ്റ് വൽക്കരണവും ഏറ്റവും കൂടുതൽ വേഗത്തിൽ കുത്തകവൽക്കരണവും നടക്കുന്ന ഒരു മേഖലയാണ് മാധ്യമ മേഖല എന്ന് നിങ്ങൾക്കറിയാം. 80% മാധ്യമങ്ങളെയും 3 പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായും ആ കുത്തകവൽക്കരണത്തിനെതിരെ, ആ കാരിയേഴ്സിൻ്റെ വലിയ പ്രലോഭനങ്ങളിൽ ഒന്നും വിട്ടുപോകാതെ, ഒന്നും വീണുപോകാതെ നിൽക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുന്നത് എന്ന് പലപ്പോഴും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ആശങ്കയുണ്ടാവാറുണ്ട്. കേരളം പലതിൻ്റെയും ബദൽ എന്നതുപോലെ കേബിൾ മേഖലയിൽ കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരെയുള്ള ജനകീയ ബദലാണ് COA എന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പറഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി നഗരസഭാ കൗൺസിലർ നിത പോൾ, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ, KCCL ചെയർമാൻ ഗോവിന്ദൻ, COA സംസ്ഥാന സെക്രട്ടറി PB സുരേഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, ജില്ലാ സെക്രട്ടറി P ആന്റണി, COA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും TCP ചാനൽ ഡയറക്ടറുമായ CA ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ സമ്മേളനത്തിൽ ആദരിച്ചു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ്, തൃശൂർ കേരള വിഷൻ ചെയർമാൻ PM നാസർ, തൃശൂർ കേരള വിഷൻ MD ജയപ്രകാശ്, KCCL ഡയറക്ടർ VP ബിജു, വിവിധ മേഖലകളിലുള്ള കേബിൾ ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു.
നാട്ടിക വെസ്റ്റ് KM UP സ്കൂളിൽ ഈ മാസം 12, 13 തീയതികളിലായി നടക്കുന്ന സല്യൂട്ട് ദ പാരന്റും സ്കൂൾ വാർഷികത്തിന്റെയും യാത്രയയപ്പും അധ്യാപക രക്ഷകർതൃ ദിനത്തിന്റെയും മുന്നോടിയായി പബ്ലിസിറ്റി കമ്മിറ്റി പതാക ഉയർത്തൽ ചടങ്ങ് സംഘടിപ്പിച്ചു. ചടങ്ങിൽ ജനറൽ കൺവീനർ CJ ജെനി ടീച്ചർ പതാക ഉയർത്തി. ജനറൽ ചെയർമാനും വാർഡ് മെമ്പറുമായ PV സെന്തിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംവിധായകനും നിർമ്മാതാവുമായ പ്രകേഷ് സുകുമാരൻ മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക A. ലസിത ടീച്ചർ മുഖ്യാതിഥി പ്രകേഷ് സുകുമാരന് സ്നേഹോപഹാരം സമർപ്പിച്ചു. സ്കൂൾ മാനേജർ EK തോമസ് മാസ്റ്റർ, പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ CB ചന്ദ്രബോസ്, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ഷബോൺ J. താടിക്കാരൻ, പബ്ലിസിറ്റി കമ്മിറ്റി ജോയിന്റ് കൺവീനർ K. ശ്രീദേവി ടീച്ചർ എന്നിവർ സംസാരിച്ചു. അധ്യാപകർ, വിദ്യാർത്ഥികൾ, PTA അംഗങ്ങൾ, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ത്രിപുര ലയൺസ് ക്ലബിന്റെ ഈ വർഷത്തെ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറുടെ ഔദ്യോഗിക സന്ദർശനം നടത്തി. ലയൺസ് ഡിസ്ട്രിക്ട് 318D സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണറായ T. ജയകൃഷ്ണന്റെ ഔദ്യോഗിക സന്ദർശനമാണ് നടന്നത്. ഇതിനോടനുബന്ധിച്ച് ലയൺസ് ഡിസ്ട്രിക്ട് കൾച്ചറൽ ഫെസ്റ്റിൽ സമ്മാനം നേടിയ ത്രിപുര ലയൺസ് ക്ലബിലെ അംഗങ്ങൾക്കുള്ള സമ്മാനങ്ങൾ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജയകൃഷ്ണൻ വിതരണം ചെയ്തു. ലയൺസ് പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ അംഗങ്ങളെ ചേർത്തതിനുള്ള ഇന്റർനാഷണൽ പിൻ ത്രിപുര ലയൺസ് ക്ലബിന്റെ മുൻ പ്രസിഡന്റ് NM സുരേഷിന് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ കൈമാറി. തീരദേശത്തെ ജീവകാരുണ്യ പ്രസ്ഥാനമായ ആൽഫ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൽ നടക്കുന്ന ഡയാലിസിസ് പ്രവർത്തനങ്ങൾക്ക് ഡിസ്ട്രിക്ട് റീജിയണൽ ചെയർപേഴ്സൺ RI സക്കറിയ നൽകിയ ധനസഹായം ഹോം ഫോർ ഹോം ലെസ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് മെമ്പർ AA ആന്റണി ഏറ്റുവാങ്ങി. ത്രിപുര ലയൺസ് ക്ലബ് പ്രസിഡന്റ് ലയൺ ആന്റണി സേവ്യർ അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർപേഴ്സൺ RI സക്കറിയ, ഡയബറ്റിക് ആൻഡ് CPR ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഉണ്ണി വടക്കാഞ്ചേരി, ത്രിപുര ലയൺസ് ക്ലബിന്റെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് സാനി K. ജോസഫ്, സെക്രട്ടറി KK രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ത്രിപുര ലയൺസ് ക്ലബ് അംഗങ്ങളായ E. വേണുഗോപാൽ, P. മാധവ മേനോൻ, KR പ്രതാപൻ, KK ജയശങ്കരൻ, ബിന്ദു സുരേന്ദ്രൻ, സുജിത് ചന്ദ്ര, ത്രിപുര ലയൺസ് ക്ലബ് ട്രഷറർ രേഖ രഘു പുളിക്കൽ, സുധീർ KS തുടങ്ങിയവർ നേതൃത്വം നൽകി. വാടനപ്പള്ളി ഈസ്റ്റ് LP സ്കൂളിൽ 118ാമത് വാർഷികവും PTA സംഗമവും നടത്തി. സന്തോഷ് പണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TC ബിനീഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ദിവ്യ ആമുഖ പ്രസംഗം നടത്തി. അധ്യാപികമാരായ പങ്കജം, ഷിമ, സലാവുദ്ദീൻ, സ്വീറ്റി, സിന്ധു, സ്കൂൾ മാനേജർ സുനിൽ എന്നിവർ സംസാരിച്ചു. എൻഡോമെന്റ് വിതരണവും LSS വിജയികൾക്കുള്ള സമാദരണവും നടന്നു. കണ്ടശങ്കടവ് SHF മേരീസ് CLP സ്കൂളിന്റെ 100ാം വാർഷികവും അധ്യാപക രക്ഷകർതൃ ദിനവും യാത്രയപ്പ് യോഗവും ആഘോഷിച്ചു. കണ്ടശങ്കടവ് ഫുർവാനപ്പള്ളി വികാരി അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് കിരൺ KK ആമുഖ പ്രസംഗം നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ നാടിന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ നാടിന്റെ വളർച്ചയ്ക്ക് ഇവിടെ പഠിക്കുന്ന 1 മുതൽ 2 അല്ലെങ്കിൽ 3, 4 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് അവന്റെ ബേസിക് ആയിട്ടുള്ള നോളേജ് അല്ലെങ്കിൽ അവന്റെ ബേസിക് ആയിട്ടുള്ള ഒരു അറിവിന്റെ ബാലപാഠം പകർന്നു കൊടുക്കാനായിട്ട് ഈ സ്ഥാപനത്തിന് സാധിച്ചു എന്നതിലെ യാതൊരു വക സംശയവുമില്ല. ഈ ഒരു നാടിന്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു നാടിന്റെ വളർച്ചയ്ക്ക് വിദ്യാഭ്യാസം എന്നത്, വിദ്യാഭ്യാസമുള്ള ഒരു ജനതയെ നമുക്ക് വേറെ എവിടെ വേണമെങ്കിലും പോവാം. ഒരു വിദ്യാഭ്യാസമുള്ള ജനതയെ നമുക്ക് എത്രയോ ഉയരങ്ങളിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസമുള്ള ഒരു ജനതയെ ഞാൻ ചോദിച്ചോട്ടെ, ഏറ്റവും കൂടുതൽ HRD അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഉള്ളത് നമ്മുടെ നാട്ടിലെ, നമ്മുടെ ഭാരതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ അതിൽ കിടക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് ഉള്ളത്. അതായത് ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ സംഗമമാണ് നമ്മുടെ നാട്. ആ ചെറുപ്പക്കാരുടെ സംഗമമുള്ള ഈ നാട്ടിലെ ആ വളർച്ചയുടെ പടവുകളിലേക്ക് അവൻ ഉയരങ്ങളിലേക്ക് എത്തി നേടുന്നുണ്ടെങ്കിൽ അവനെ വിദ്യാഭ്യാസം എന്നത് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഞാനിത് പറഞ്ഞു വരുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഒരു ചെറിയ പണ്ടത്തെ കഥ കടന്നു വരികയാണ്. തൃശൂർ വെസ്റ്റ് AEO ബിജു PJ പുരസ്കാര വിതരണം നടത്തി. തൃശൂർ നിർമ്മല എഡ്യൂക്കേഷൻ കൗൺസിൽ സിസ്റ്റർ മരിയ ജോസ് CMC മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ പ്രതീഷ് കലറയ്ക്കൽ എൻഡോമെന്റ് വിതരണം നടത്തി. ലോക്കൽ മാനേജർ സിസ്റ്റർ ആത്മ CMC സമ്മാനദാനം നിർവഹിച്ചു. ഹെഡ് മിസ്റ്റർ സിസ്റ്റർ വന്ദന CMC വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. വാർഡ് മെമ്പർ ഷോയ് നാരായണൻ, OSH ചെയർമാൻ ഷാലി വർഗീസ്, MPTA പ്രസിഡന്റ് ജിത സംഗീത്, സ്കൂൾ ലീഡർ റോസ്ന VD, അധ്യാപക പ്രതിനിധി ജീൻ മരിയ PS, അഞ്ജു ടീച്ചർ എന്നിവർ സംസാരിച്ചു. മേരി ചാക്കോ ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. കുട്ടികളുടെ വ്യത്യസ്ത കലാപരിപാടികളും ഉണ്ടായിരുന്നു. മാറ്റാൻ കൃപയേ
സംഗീതമായി മനമുണരുമ്പോൾ സ്വരമായി വന്നണയൂ തിരുനാമമന്ത്രമിൻ ഹൃദയത്തിൻ താളമായി മാറ്റാൻ. ചാഴൂർ ഗ്രാമപഞ്ചായത്തിലെ മിനി ഇൻഡോർ സ്റ്റേഡിയം മന്ത്രി വി അബ്ദുറഹ്മാൻ ഫെബ്രുവരി 11 ശനിയാഴ്ച രാവിലെ 10 നാടിന് സമർപ്പിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അച്യുത മേനോൻ സ്മാരക പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിനോട് ചേർന്ന് മുൻ MLA ഗീതാ ഗോപിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 2 കോടി രൂപയും CC മുകുന്ദൻ MLA അനുവദിച്ച 45 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് സ്റ്റേഡിയം നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിക്കും. ഇൻഡോർ കായിക ഇനങ്ങൾക്ക് മികവാർന്ന പിന്തുണയോടെയാണ് നാട്ടിക മണ്ഡലത്തിൽ ഉയർന്ന നിലവാരത്തിൽ മിനി ഇൻഡോർ സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുന്നത്. RCC ഫ്രെയിംഡ് സ്ട്രക്ചർ രീതിയിലാണ് സ്റ്റേഡിയം നിർമ്മാണം. ശബ്ദ പ്രതിധ്വനി ഒഴിവാക്കുന്നതിന് ഭിത്തികളിൽ അക്കോസ്റ്റിക് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. തറ വെട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചും കളിസ്ഥലം വുഡൻ ഫ്ലോറിംഗ് ഉപയോഗിച്ചുമാണ് നിർമ്മിതി. ഗ്രീൻ റൂമുകൾ, ടോയ്ലറ്റുകൾ, ഓഫീസ് റൂം ഉൾപ്പെടെ സജ്ജമാണ്. കായിക മേഖലയ്ക്ക് കരുത്തേകുന്ന ചെറിയ സ്റ്റേഡിയങ്ങൾ ഉയരുന്നതോടെ ഗ്രാമങ്ങളിലെ കായിക താരങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷകളാണ് നൽകുന്നത്. മുൻ MLA ഗീതാ ഗോപി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ എന്നിവർ മുഖ്യാതിഥികളാവും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, വികസന കാര്യ സ്ഥിരം സമിതി ചെയർമാൻ NN ജോഷി, വാടങ്കം ഷൺമുഖൻ, സെക്രട്ടറി ജോളി വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇതോടെ ഉച്ചവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.